പാലക്കാട് പ്രസ് ക്ലബിൽ മെയ്ഡ് ദ ലീഡർ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. 4-5 സീറ്റിൽ ഞങ്ങൾ എങ്ങനെ എല്ലാ സീറ്റിലും ഈസി വാക്കോറാണെന്ന് 4-5 സീറ്റിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞങ്ങൾക്ക് നല്ല എഡ്ജ് ഉണ്ട്. ഞങ്ങൾക്കൊരു 4-5% വ്യത്യാസമുണ്ട്. മറ്റു സ്ഥലങ്ങളിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഞങ്ങൾ 20 സീറ്റ് ചെയ്യും. 19 സീറ്റിലെ യഥാർത്ഥത്തിൽ മത്സരിക്കുക, ബാക്കിയൊക്കെ വെറുതെ മത്സരിക്കുക. എന്നിട്ട് പ്രകടന പത്രിക ഇറക്കിയിരിക്കുക. പ്രകടന പത്രിക എന്തിനാ? ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്ത് പറയാനല്ലേ. 19 സീറ്റ് മത്സരിക്കുന്ന CPM പ്രകടന പത്രിക ഇറക്കിയിരിക്കുക. അധികാരത്തിൽ വന്ന അത് ചെയ്ത്. അതായത് അവിടെ ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഫലമാണ്. 2 മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ തൃശ്ശൂരിലെ ക്യാമ്പ് ചെയ്യുമ്പോഴാണ്. എന്നിട്ട് ഒരു കമ്മീഷണറെ നടപടിയെടുത്ത് സ്ഥലം മാറ്റിയെന്ന് പറഞ്ഞാൽ കമ്മീഷണർ മാത്രമാണ് ഉത്തരവാദിത്വം. 2 മന്ത്രിമാർ തൃശ്ശൂർ ക്യാമ്പ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവരൊന്നും പറഞ്ഞ ഈ കമ്മീഷണർ കേൾക്കില്ലേ? രാത്രി 10:30 തൊട്ട് തുടങ്ങിയല്ലോ ബഹളം. രാത്രി 10:30 തൊട്ട് ഈ മന്ത്രിമാർ അറിഞ്ഞില്ലേ തൃശ്ശൂർ ക്യാമ്പ് ചെയ്യണത്? ഇത് CPMന്റെ കൂടെ ഒരു പ്ലോട്ടാണ്. അവിടെ ഒരു വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കേരളത്തിലെ പോലീസ് കൈകാര്യം ചെയ്യുന്നല്ലേ. മകരവിളക്ക് എത്ര ഭംഗിയായിട്ടാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. അശ്ലീല വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അശ്ലീല വീഡിയോ ഉണ്ടെന്ന് M.V. ഗോവിന്ദൻ നടത്തിയ അഭിമുഖത്തിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ തരാം. അപ്പോൾ ഞാൻ പറയാം, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോ UDFകാരനോ അതിൻ്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി നടപടി എടുക്കാമോ? പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ഈ വീഡിയോ. മാധ്യമപ്രവർത്തകരായ നിങ്ങളാരും കണ്ടിട്ടില്ല ഈ വീഡിയോ. ഞാൻ പോലീസിനെ വിളിച്ചു ചോദിച്ചു, പോലീസിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അവരൊരു പോലീസിൽ തന്ന പരാതിയിൽ ഈ വീഡിയോ ക്ലിപ്പിംഗ് ഇല്ല. അദ്ദേഹം BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. BJPക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം എന്താ? രാഹുൽ ഗാന്ധി ചീത്ത വിളിക്കുമ്പോഴാണ്. പ്രധാനമന്ത്രി ഉടനെ പ്രതികരിച്ചല്ലോ. ഞാൻ പോലും പറയാത്ത കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത്. എന്തൊരു സന്തോഷമായിരുന്നു മോഡിക്ക്. മോഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. പിന്നീട് ഇപ്പോൾ ഒരു 300 സീറ്റായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞത് BJP പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ പേടി തുടങ്ങി, വെപ്രാളം തുടങ്ങി. അതിൻ്റെ ഭാഗമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ രാജസ്ഥാനിലെ പ്രസംഗം. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് വീണ്ടും BJP ആയുധമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.